ചേട്ടാ നമസ്കാരം. നമസ്കാരം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ബംഗാളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബംഗാൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സംസ്ഥാനവും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പല സംഘപരിവാർ പ്രവർത്തകർക്കും പല ബി.ജെ.പി അണികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ എനിക്ക് പോലും ബി.ജെ.പി ബംഗാൾ പിടിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബംഗാളിൽ ബി.ജെ.പി പിടിച്ചില്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ആ സംസ്ഥാനം വലിയൊരു ഭീഷണിയായിട്ട് ഭവിക്കുന്നു എന്നുള്ളത് ഒന്ന്. നുഴഞ്ഞുകയറ്റം വളരെയധികം കൂടുതലാണ് അവിടെ. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ഹിന്ദുക്കളുടെ കാര്യവും ഹിന്ദു സ്ത്രീകളുടെ കാര്യവും ഒക്കെ വളരെ കഷ്ടത്തിലാണ്. മമതാ ബാനർജി തന്നെ വന്ന് നിന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും എന്ന് ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി തന്നെ അവിടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അപ്പൊ ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഓഫർ എന്ന് പറയുന്നത്, ബി.ജെ.പി ബംഗാളിൽ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ ആദ്യം ബി.ജെ.പി ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളുടെ, അതായത് ബലാത്സംഗങ്ങളുടെ ഫയലുകൾ തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് മനസ്സിൽ എത്രത്തോളം ഓർത്തു വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവിടെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അവിടത്തുള്ള സ്ത്രീകളുടെ സുരക്ഷ. അവിടെയുള്ള പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളെ ആട്ടി ഓടിക്കുക, റേപ്പ് ചെയ്യുക, വല്ലാത്തൊരു വൃത്തികെട്ട ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കും, അവിടെയുള്ള ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ സമ്മാനം നൽകും, 7ാം ശമ്പള കമ്മീഷൻ കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം ഒരുപാട് പ്രസ്താവനകൾ നടത്തി. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഇതോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു തോൽവി സമ്മതിച്ച ഒരു സ്ത്രീയെ പോലെയാണ് മമതാ ബാനർജി പറയുന്നത്. മമതാ ബാനർജി പറയുന്നത് ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയാണ് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ തോറ്റുപോകും എന്നുള്ളതാണ്. മമതാ ബാനർജി ഞാൻ തോറ്റു, ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ സ്പ്ലിറ്റ് ആവും. പിന്നെ ബി.ജെ.പിയുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള നമ്മുടെ അസദുദ്ദീൻ ഒവൈസി അവിടെ വന്ന് നിപ്പുണ്ട്. ഹുമയൂൺ കബീറുമായി അവിടെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്നവൻ ഈ വെസ്റ്റ് ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയാൻ നടക്കുന്നവനാണ്. ഈ വെസ്റ്റ് ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയാനായിട്ട് ഇവൻ അവിടെ വന്നപ്പോൾ യവനെ മമതാ ബാനർജി എന്നെ തട്ടി തോളി കയറ്റി അവിടെ ജയിലിൽ പിടിച്ചടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ബി.ജെ.പിയുടെ തലയിലായില്ല ഭാഗ്യം. എന്തായാലും അയാളുമായിട്ട് ഈ ഒവൈസി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു. പക്ഷെ ഇയാളുടെ ഈ തീവ്ര വർഗീയ നിലപാടുകൾ കാരണം ഒവൈസി എന്തൊക്കെ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തെങ്കിലും കുറച്ച് ദേശീയ ബോധത്തോടുകൂടി പെരുമാറിയ വ്യക്തിയാണല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ ഒവൈസി പറഞ്ഞു ഇവനുമായിട്ട് എനിക്ക് സഖ്യം വേണ്ട എന്ന് പറഞ്ഞു ഹുമയൂൺ കബീറുമായിട്ട് ഇപ്പൊ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്, നമ്മൾ സെപ്പറേറ്റ് നിന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് മമതാ ബാനർജിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മമതാ ബാനർജി നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. ഫ്രണ്ടിൽ കൂടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി പോവുകയാണ്. പോരാത്തതിന് SIR വഴി 90 ലക്ഷം ആൾക്കാരാണ് അവിടെ പുറത്തായത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇത്തവണ ബംഗാളിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി നമ്മൾ ബംഗാളിലേക്ക് കടക്കുകയാണ്. എന്ത് തോന്നുന്നു ബിചേട്ടാ, ഇത്തവണ ബംഗാളിൽ ബി.ജെ.പി വിജയക്കൊടി പാറിക്കുമോ? കേരളത്തിലെ ശിവൻകുട്ടിയുടെ അതേ മാനറിസങ്ങളും ബോഡി ലാംഗ്വേജുമാണ് മമതാ ബാനർജിക്ക്. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സംസാരവും ബോഡി ലാംഗ്വേജും എല്ലാം ഒരു പരാജയത്തിന്റെ പോലെ ആയിരുന്നു. അതായത് പാർട്ടിക്ക് എന്തൊക്കെ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ. കാരണം ഇങ്ങനെ ഒരു മമതാ ബാനർജി ഇന്ത്യയിലെ ഒരു ജനവും കണ്ടിട്ടുണ്ടാകില്ല. സാധാരണ മമതാ ബാനർജി ഒരു പുലിയെ പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നതും അവർ ചെല്ലുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നതും ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതിലൊരു പ്രധാന ഘടകം SIR ആണ്. SIR അപ്പുറത്തേക്ക് ഒരു വലിയ കൺസോൾട്ടേഷൻ മഹാഭൂരിപക്ഷം, പ്രത്യേകിച്ച് ഹിന്ദു കൺസോൾട്ടേഷൻ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ വലിയ വിജയം ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞു. ബീഹാറിന്റെ ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർ വിചാരിക്കും അവിടെ ബുർജ് ഖലീഫ വല്ലതും പണിതോന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ദരിദ്രമായി കിടന്ന ഒരു സംസ്ഥാനം വലിയ രീതിയിൽ മുമ്പോട്ട് വരുന്നത്, അതിന്റെ ഒരു ഇമ്പാക്ട് ബംഗാളിലുണ്ട്, ഒഡീഷയുടെ ഇമ്പാക്ട് ഉണ്ട്, ത്രിപുരയുടെ ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ഈ ചുറ്റും എല്ലാം കിടക്കുന്നത് ബി.ജെ.പി ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ധനുഷ് പറഞ്ഞതൊരു വലിയ പോയിന്റ് ആണ്. അതായത് ഈ സ്ത്രീകൾക്കെതിരെ സന്ദേശ് ഗാലിയിൽ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വരിവരിയായിട്ട് നിർത്തി പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആർജേക്കർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ഒരു പോലീസുകാരൻ പീഡിപ്പിച്ച് കൊല്ലുന്നത്, അതൊക്കെ ഇന്ത്യ മുഴുവൻ വലിയ പ്രതിഷേധമുണ്ടായതാണ്. അതിനുശേഷം ഒരു അഡ്വക്കേറ്റ് നിയമബിരുദധാരിയായ ഒരു പെൺകുട്ടിയെ ഇതേപോലെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. ആശുപത്രിയിലെ ആ പീഡനത്തോട് സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അത് ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ ഒരു മാധ്യമങ്ങളും. ആ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ അമ്മ
BJP ടിക്കറ്റിൽ ഇത്തവണ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു വാർത്തയാണ്, വലിയ വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തിട്ടില്ല. ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? അല്ല, ആ അമ്മയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം നമ്മുടെ മമതാ ബാനർജി ഇവർക്കൊരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞത്, എനിക്ക് നഷ്ടപരിഹാരം വേണ്ട, എൻ്റെ മകളെ കൊന്നവന് ഒരു ശിക്ഷ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത്. ഒരു പക്ഷെ ഒരു ധീരമായ ഒരു, ആരായാലും പൈസ കിട്ടിക്കഴിയുമ്പോൾ തന്നേക്ക് എന്ന് പറയുന്നത് തരും, മേടിക്കും. കാരണം കൊടുത്തൊരു കോമ്പൻസേഷൻ ആണ്. പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ ഒരു വനിത കൂടിയാണ് അവരുടെ അമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അഭിഭാഷക, അങ്ങനെ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതയില്ലാത്ത ഒരു ഇടം, ഗുണ്ടകൾ വാഴുന്നിടം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്യുന്നു, ഗുണ്ടകളും കാലുമാറുന്നു. ഈ ഗുണ്ടകൾ കാലുമാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏരിയയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും പോലെയാണ് ഈ ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം, അവരുടെ ഗുണ്ടാപിരിവ് നടക്കണം, ഗുണ്ടായസ് നടക്കണം, അവർക്ക് അവിടെ രാജാപുരെ പോലെ നിൽക്കണം. UP യിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. അപ്പൊ അവര് BJP അനുഭവം പ്രകടിപ്പിക്കുന്നതിന്റെ അർത്ഥം ഈ വോട്ട് BJP ഇവിടെ വരും. അപ്പൊ അതിന് മുമ്പേ, അതിന് ഒരു മുഴ മുമ്പേ ഇറങ്ങിട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് വെടി കയറാതെ മരിക്കാൻ പറ്റും. വെടിയുണ്ട് യോഗിയെ കണക്ക് ഒരാളാണ് വരുന്നതെങ്കിൽ എപ്പം വെടിച്ചു കൊന്നു വെച്ചാൽ മതി. അപ്പൊ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത നമ്മുടെ മുസ്ലിം വോട്ടുകളിൽ ഷിഫ്റ്റ് നടക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടിയേറ്റക്കാരായ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഒഴിച്ച് തദ്ദേശീയരായ മുസ്ലിങ്ങൾ എല്ലാ കാലത്തും BJPയോട് സ്നേഹമുള്ളവരായിരുന്നു. അവർ വോട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആസാമിലും വെസ്റ്റ് ബംഗാൾ, ഞാനിത് എപ്പോഴും ഈ ചർച്ചകളിൽ പറയാറുള്ള ഒരു കാര്യമാണ്, അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ അവകാശങ്ങൾ, അവരുടെ സംവരണം, അവർക്ക് കിട്ടുന്ന ആനുകൂല്യം, ഇതെല്ലാം ഈ വന്നു കയറിയവന്മാര്, അതായത് ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറിയവന്മാരാണ് ഇത് മുഴുവൻ തട്ടിയെടുക്കുന്നത്. ഈ അതിർത്തി ജില്ലകളുണ്ട്, 6 ജില്ലകളുണ്ട് ഈ വെസ്റ്റ് ബംഗാളിന്റെ. ഈ ജില്ലകളിൽ ഉടനീളം ഈ വന്നു കയറി കുടിയേറ്റക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവർ വന്നിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് കിട്ടേണ്ടത്, അതായത് തദ്ദേശീയർ, അവിടെ ജനിച്ചു വളർന്ന അവിടുത്തെ ഇന്ത്യൻ മുസ്ലിംസിന് കിട്ടേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞാലല്ലേ കുറച്ച് എളുപ്പം മനസ്സിലാകത്തുള്ളൂ, ഇന്ത്യയിലുള്ള മുസ്ലിംസിന് കിട്ടേണ്ട ആ ആനുകൂല്യം, ഇവരുടെ പെൺകുട്ടികൾ കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ, ഇവർക്ക് കിട്ടേണ്ട പിന്നെ ഇവരുടെ രാഷ്ട്രീയ അധികാരങ്ങൾ, അതായത് MLA മാരുമായിട്ടൊക്കെ ജയിച്ച് കയറുന്ന ഈ ടീമുകളാണ്. സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളും പുറത്തുനിന്നും, നാളെ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരാൾ നാളെ ഈ നമ്മുടെ മൊത്തം അവകാശങ്ങളും അധികാരങ്ങളും കവർന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും സഹിക്കുമോ? പക്ഷെ അവർക്ക് അതിനുള്ള പവറില്ല എതിർക്കാനുള്ള. അവരൊരു അടിമള കണക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗം പണ്ടോട്ട് BJPയുടെ ഒരു മനസ്സുകൊണ്ട് അവർ BJPയുടെ ഒപ്പമാണ്. പക്ഷെ ഇപ്പൊ അവർ പ്രത്യക്ഷത്തിൽ BJPയിലേക്ക് പതുക്കെ ചായുന്നു എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ BJP അസദുദ്ദീൻ ഓവൈസി കൊണ്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പാർട്ടി, ഹുമയൂൺ എന്ന് പറഞ്ഞ പാർട്ടി, ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം BJPക്ക് 10 വോട്ട് പിടിച്ചു കൊടുക്കുമെന്ന് അറിയില്ല. ഇവര് പറയുന്നത് 1000 കോടി രൂപയുടെ ഡീല് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇയാൾ നടത്തി, പിന്നെ 200 കോടി രൂപ കൈപ്പറ്റി എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണോ? 200 കോടി, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ പാലക്കാട് നിന്നാണോ അവർ ഇതൊക്കെ പഠിച്ചതെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ ഈ കള്ളം പറയുന്നത്. കാരണം ഇത് കണക്കുള്ള ഒരു ഡീലും ആലോചിച്ച് നോക്കുക, ഒരു വോട്ടിന് വേണ്ടിയിട്ട് 1000 കോടി രൂപയൊക്കെ മുസ്ലിംസിന് വോട്ടിന് വേണ്ടി മുടക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കഥ? അതിലൊന്നും കഥയില്ല. പക്ഷെ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ട് മുസ്ലിംസിനിടയ്ക്ക്. അത് ഞാൻ ഈ പറഞ്ഞതാണ്. ബേസായിട്ട് അവർക്കിടയിൽ ഒരു ചിന്ത, BJP വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം, തദ്ദേശീയരായിട്ടുള്ളവരുടെ കാര്യം നടക്കും. കാരണം കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കുമെന്ന് അമിത്ഷാ എപ്പോഴും പറയുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. കുടിയേറ്റക്കാർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഇവർ സേഫായി. ഈ കുടിയേറ്റക്കാരുടെ അടിമകളായിട്ടാണ് ഇവർ തദ്ദേശീയരായിട്ട്, അത് ആ നാട്ടിൽ ജനിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരന്മാരായ മുസ്ലിംസ് ഇവരുടെ അടിമകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവർ പോയാൽ അത് നടക്കും. അപ്പം BJP വന്നാൽ ഇവർ പോകും എന്നൊരു ധാരണ അവിടെ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഏതാണ്ട് ഒരു 1.5 കോടി വോട്ടർമാര് ഈ അവരുടെ പരമ്പര എന്ന് പറയുന്നത് തന്നെ ഈ ബീഹാർ, ഒഡീഷ, മറ്റിടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ പണ്ട് കാലത്ത് വന്നിട്ടുള്ളവരുടെ പിൻതലമുറക്കാരാണ്. അപ്പൊ അവര് കുറച്ചധികം പേര് BJPക്കാരാണ്. പക്ഷെ അവരുടെ വോട്ടും എപ്പോഴും മമതയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ അവരും ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു വികസനം ഒരു പ്രധാന ഘടകമാണ് എല്ലായിടത്തും. കാരണം വികസനം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് മമതാ ബാനർജി. പിന്നെ അവരുടെ അനാരോഗ്യം ഒരു വലിയ വിഷയമാണ്. SIR ഒരു വലിയ വിഷയമാണ്. പഴയ പോരാട്ട വീരം മമതയ്ക്ക് എടുക്കാൻ കഴിയുന്നില്ല. മമതയുടെ കൈ ആളുകൾ, അല്ലെങ്കിൽ കൈക്കാർ എന്ന് പറയുന്നതൊക്കെ, ഇല്ലെങ്കിൽ അനുചരന്മാർ എന്ന് പറയുന്നവരെ പോലും നമ്പാൻ കഴിയാത്ത സാഹചര്യം. അനുചരന്മാർ ഓരോരുത്തരായിട്ട് മമതയിൽ നിന്ന് അകന്നു പോവുകയാണ്. മമതയെ തള്ളി പറയുന്നില്ലെങ്കിലും ന്യൂട്രലായിട്ട് അവർ അകന്നു പോകുന്നു. ഇതിപ്പോ BJP ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്തതല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് BJP, RSS ഒക്കെ അടിത്തട്ടിൽ നടത്തുന്ന വലിയൊരു പ്രവർത്തനമുണ്ട് അവിടെ. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെ വേണം നമുക്ക് ഇതിനെ കാണാൻ. എങ്കിലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവിടെ വലിയൊരു വിജയം BJPക്ക് കിട്ടുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ BJP ഭരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു. എങ്ങനെയും അവരത് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. കാരണം ധനുഷ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ. കാരണം ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് ബംഗ്ലാദേശ്. പിന്നെ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതോടെ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പേരിന് പോലും ഉണ്ടാകില്ല. കേരളമൊന്നും നമ്മൾ കണക്കൂട്ടിയിട്ടില്ലല്ലോ. അപ്പം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ BJP അടുത്ത് ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനം
തമിഴ്നാട് തന്നെ ആയിരിക്കും, യാതൊരു ഡൗട്ടും ഇല്ല അതിനകത്ത്. തമിഴ്നാട്ടിലേക്ക് ഭരണം പിടിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൂടി അവർ സ്ട്രോങ് ആകും തമിഴ്നാട്ടിൽ. അതിനും ശേഷം മാത്രമേ അവർ കേരളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതകൾ നമ്മൾ കാണുന്നുള്ളൂ.